അതിശക്തമായ മഴയാണ് ശിരൂരിലുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ അർജുനായുള്ള തെരച്ചിൽ. അർജുൻ മണ്ണിനടിയിൽ കുടുങ്ങി ഇപ്പോൾ ഇതാ 6ാം നാളിലേക്ക് കടന്നിരിക്കുകയാണ്. ഒടുവിൽ സൈന്യവും രക്ഷാദൗത്യത്തിന് എത്തിയിരിക്കുകയാണ്. സൈന്യം എത്തിയതിനു ശേഷം അവിടെ മഴ ആരംഭിച്ചിരിക്കുകയാണ്. അതിശക്തമായ മഴ തന്നെയാണ് ശിരൂരിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ്. ഉദ്യോഗസ്ഥർ ചെറിയ തരത്തിലെങ്കിലും ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടോ എന്നറിയാൻ സാധിക്കുന്നില്ല. ഉദ്യോഗസ്ഥർ സിദ്ധരാമയ്യ സ്ഥലത്തുണ്ട്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്ഥലത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ സൈന്യവുമായി സംസാരിക്കുകയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. ഇപ്പോൾ മഴ ഈ ശക്തമായ സാഹചര്യത്തിൽ അരുൺ മുഖ്യമന്ത്രി അടക്കം അവിടെ നിന്ന് മാറാനുള്ള ഒരു തീരുമാനത്തിലേക്കാണോ നീങ്ങുന്നത്? ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ദുഷ്കരമായ സാഹചര്യങ്ങളിലും രക്ഷാദൗത്യങ്ങൾ ഏറ്റെടുത്തിട്ട് അത് വിജയകരമായി പൂർത്തീകരിച്ചവരാണ് നമ്മുടെ ഇന്ത്യൻ ആർമി. അപ്പോൾ അവർക്ക് ഈ മഴയൊന്നും ഒരു പ്രതികൂലമാവില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ് കേരളക്കര ഒന്നാകെ കാത്തിരിക്കുന്നത്. നിലവിലെ അവിടുത്തെ സാഹചര്യം എന്താണ് അരുൺ? നിലവിൽ കീർത്തന ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. പ്രതികൂലമായ കാലാവസ്ഥയാണ്. ആ പ്രതികൂലമായ കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുക? NDRFിന്റെ സംഘം ഇപ്പോൾ ആ തെരച്ചിൽ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അവരും അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയും സംയുക്തമായി ഇനി എങ്ങനെയാണ് ഈ തെരച്ചിൽ നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കൂടിയാലോചനകൾ നടത്തുന്നുണ്ട്. എന്തായാലും എത്രയും വേഗം ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയ ആ മനുഷ്യജീവനുകളെ പുറത്തെത്തിക്കുക എന്ന പ്രഥമമായ പരിഗണന മുൻനിർത്തിയാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ റോഡിലെ മണ്ണ് നീക്കം ചെയ്യുക മാത്രമാണ് ഈ രക്ഷാപ്രവർത്തകർ ചെയ്യുന്നത് എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആക്ഷേപം ഉയർന്നു വന്നിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊന്നുമല്ല. ഇനി തെരച്ചിൽ തുടരുന്നു. മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമം സൈനികരും നടത്തുന്നുണ്ട്. ഈ ഇന്ത്യൻ ആർമിയുടെ നേതൃത്വത്തിൽ ആ പ്രദേശത്തേക്ക് വടം കെട്ടി തിരിച്ചിട്ടുണ്ട്, ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. കർണാടക പോലീസ് നേതൃത്വത്തിൽ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ആരെയും കടത്തിവിടുന്നില്ല. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തടസ്സം ഈ രക്ഷാപ്രവർത്തകർക്ക് ഉണ്ടാവരുത് എന്നൊരു നിർദ്ദേശമുണ്ട്. കർശനമായ സുരക്ഷാ നിർദ്ദേശമുണ്ട്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എന്തായാലും അർജുന് വേണ്ടിയുള്ള അർജുൻ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിൽ കുടുങ്ങിയത് 6ാം നാളാണ്. അവിടെ ഇപ്പോൾ രക്ഷാദൗത്യത്തിന് സൈന്യവും എത്തിച്ചേർന്നിരിക്കുകയാണ്. പക്ഷേ വെല്ലുവിളിയായി പ്രതികൂല കാലാവസ്ഥയാണ്. ശക്തമായ മഴയാണ് അവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. മേഖലയിൽ ചെറിയ തരത്തിലുള്ള ആശങ്ക അത് ഉണ്ടാക്കുന്നുണ്ട് എന്നറിയാൻ സാധിക്കുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഒപ്പം അദ്ദേഹം സൈന്യവുമായി ആദ്യഘട്ട ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടായി. രക്ഷാദൗത്യം എങ്ങനെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? മഴ ഒരു വെല്ലുവിളിയാണ്. ഒപ്പം നദിയിൽ കൂടെ തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റഡാർ പരിശോധനയിൽ ലോറിയുടേതെന്ന് സ്ഥിരീകരിക്കാനാവാത്ത ചില സംശയങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അത് ഉറപ്പുവരുത്താനായിട്ടുണ്ടായില്ല. ഇപ്പോൾ ഗംഗാവലി നദിയിൽ കൂടെ പരിശോധന നടത്താൻ സ്കൂബ സംഘം വരെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷേ മഴയാണ് ഇവിടെ വെല്ലുവിളി ഉയർത്തുന്നത്. അല്പസമയം മുമ്പാണ് കനത്ത മഴ, ശക്തിയായ മഴ അവിടെ പെയ്തു തുടങ്ങിയിരുന്നെങ്കിൽ കൂടെ ഏത് പ്രതികൂലമായ കാലാവസ്ഥയിലും ദുഷ്കരമായ സാഹചര്യങ്ങളും രക്ഷാദൗത്യം അത് വിജയകരമായി പൂർത്തീകരിച്ചവരാണ് ഇന്ത്യൻ ആർമി. അത് തന്നെ നമുക്ക് ഇവിടെയും കാണാനാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് കേരളവും അർജുൻ്റെ കുടുംബവും മലയാളികളും ഒന്നടങ്കമുള്ളത്. അരുൺ പാറയ്ക്കൽ തുടരുന്നുണ്ട്. അരുൺ, എന്താണ് അവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സിദ്ധരാമയ്യ മടങ്ങുകയാണോ? വലിയ തരത്തിലുള്ള തിരക്ക് കാണുന്നുണ്ടല്ലോ. സിദ്ധരാമയ്യ ഇപ്പോൾ ഇവിടുന്ന് മടങ്ങുകയാണ്. അദ്ദേഹത്തോട് വിവരങ്ങൾ സിദ്ധരാമയ്യ അവിടുന്ന് മടങ്ങുകയാണ് എന്നാണ് അരുൺ പാറയ്ക്കൽ പറഞ്ഞത്. ശക്തമായ മഴയായിരുന്നു. മഴയ്ക്ക് പിന്നാലെ കർണാടക മുഖ്യമന്ത്രി അവിടെ നിന്ന് മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം എത്തി സൈന്യവുമായി ആദ്യഘട്ട ചർച്ചകൾ നടത്തിയിരുന്നു. ഇത് എങ്ങനെ ഈ രക്ഷാദൗത്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എന്തൊക്കെ ചെയ്യാനാകും എന്നൊരു ചർച്ച ആദ്യം നടത്തിയിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള രക്ഷാദൗത്യമായിരിക്കും ഉണ്ടാവുക, എന്തൊക്കെ സ്ട്രാറ്റജിയാണ് അവർ അതിനായി സ്വീകരിക്കുക എന്നത് അറിയേണ്ടതുണ്ട്. സിദ്ധരാമയ്യ സ്ഥലത്ത് നിന്ന് മടങ്ങുകയാണ്. ശിരൂരിൽ കനത്ത മഴയാണ് കുറച്ച് സമയമായി പെയ്തുകൊണ്ടിരിക്കുന്നത്. അത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ടോ എന്നൊരു ആശങ്കയുണ്ട്. കാരണം ഗംഗാവലി നദിയിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ തന്നെയാണ് വലിയൊരു മണ്ണിടിച്ചിലുണ്ടായി അർജുൻ അടക്കം. അർജുനെ നമുക്ക് അവിടെ നഷ്ടപ്പെട്ടത്. അർജുനായുള്ള തെരച്ചിലാണ് ഇപ്പോൾ 6ാം ദിനം ഇവിടെ എത്തി നിൽക്കുന്നത്. അല്പം വൈകിയെന്ന് സമ്മതിക്കേണ്ടി വരുന്നു. അല്പം വൈകിയെങ്കിലും സൈന്യം അവിടെ എത്തി എന്നുള്ളത്
ആശ്വാസകരമായ വാർത്തയാണ്. ഇനി സൈന്യത്തിന്റെ രക്ഷാദൗത്യത്തിലാണ് നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. കേരളക്കര ഒന്നാകെ, അർജുന്റെ കുടുംബം ഒന്നാകെ ആ സൈന്യത്തിന്റെ പ്രവർത്തനത്തിനായി അർജുനെ നമുക്ക് തിരികെ കിട്ടും എന്നുള്ളൊരു ആശ്വാസ വാർത്തയ്ക്കായി കാത്തിരിക്കുകയാണ്. സൈന്യത്തിന്റെ പ്രവർത്തനം, രക്ഷാദൗത്യം, എന്ത് റെസ്ക്യൂ ഓപ്പറേഷൻ സ്ട്രാറ്റജി ആയിരിക്കും അവർ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. മഴ ഒരു വെല്ലുവിളിയാകുന്ന സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള രക്ഷാദൗത്യമായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കിക്കാണേണ്ടത്. അത് അല്പസമയത്തിന് ഉള്ളിൽ തന്നെ നമുക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ മഴയൊക്കെ അതിജീവിച്ച് പല രക്ഷാപ്രവർത്തനങ്ങളും നടത്തി അത് വിജയകരമായി പൂർത്തീകരിച്ച ചരിത്രമുണ്ട് ഇന്ത്യൻ ആർമിക്ക്. അതുകൊണ്ട് തന്നെ എല്ലാ വിശ്വാസവും എല്ലാ പ്രതീക്ഷയും ഇന്ത്യൻ സൈന്യത്തിൽ അർപ്പിച്ചിരിക്കുകയാണ് കേരളക്കര ഒന്നാകെ, മലയാളികൾ ഒന്നാകെ, അർജുന്റെ കുടുംബം ഒന്നാകെ. 6-ാം നാളിന് ശേഷം അർജുനെ കണ്ടെത്താനാകും, ഈ ദിനം തന്നെ അർജുനെ കണ്ടെത്താനാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഓരോരുത്തരും വെച്ചു പുലർത്തുന്നു. എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ച സൈന്യത്തിന്റെ മികച്ച ഇടപെടലിലൂടെ, രക്ഷാദൗത്യത്തിലൂടെ അർജുനെ തിരികെ കിട്ടും എന്ന് തന്നെയാണ് ഓരോരുത്തരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ശ്രമമാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മഴയിലും ചോരാത്ത ലക്ഷ്യവുമായാണ് ഇന്ത്യൻ സൈന്യം അവിടെ എത്തിയിരിക്കുന്നത്. ഈ മഴയും വെയിലും തുടങ്ങി എല്ലാ ദുഷ്കരമായ കാലാവസ്ഥയെയും ദുർഘടമായ പാതയെയും അതിജീവിച്ചുകൊണ്ട് പലയിടത്തും രക്ഷാപ്രവർത്തനം നടത്തി അത് വിജയിച്ച ഒരു ചരിത്രം തന്നെയുണ്ട് ഇന്ത്യൻ ആർമിക്ക്. അതുകൊണ്ട് തന്നെ ഈ മഴയൊന്നും യാതൊരു തരത്തിലുള്ള വെല്ലുവിളി ഉയർത്തുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. സിദ്ധരാമയ്യ സ്ഥലത്ത് നിന്ന് മടങ്ങി എന്നാണ് നേരത്തെ അറിയാൻ സാധിക്കുന്നത്. കനത്ത മഴയായിരുന്നു, അതുമൂലം തന്നെയായിരിക്കും അദ്ദേഹം അവിടെ നിന്ന് മടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരികെ പോയി ഇനിയുള്ള നടപടികൾ, ഇനിയുള്ള സ്ട്രാറ്റജി എന്താകും എന്ന് അറിയാൻ അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അടുത്ത ഇന്ത്യൻ സൈന്യത്തിന്റെ നടപടി എന്താകുമെന്നാണ് നമ്മളിനി കാത്തിരിക്കുന്നത്. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, നിലവിൽ അവിടെ മഴ ഉണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. സിദ്ധരാമയ്യ മടങ്ങി എന്നും അറിയാൻ സാധിക്കുന്നു. ഇനിയുള്ള മുന്നോട്ടുള്ള നടപടികൾ അതെങ്ങനെയായിരിക്കും? സ്ഥലത്ത് ഇപ്പോഴും കനത്ത മഴ പെയ്യുകയാണ്. കർണാടക ചിരൂരിലുണ്ടായ മണ്ണിടിച്ചിൽ അർജുനെ കാണാതായിട്ട് ഇത് 6-ാം ദിവസമാണ്. ആ മണ്ണിനടിയിൽ എവിടെയോ അർജുൻ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അർജുനായുള്ള കാത്തിരിപ്പാണ് ഇനി. കുടുംബത്തിന്റെ ആവശ്യപ്രകാരം ഒടുവിൽ ആദ്യം തൊട്ടേ ഉണ്ടായിരുന്ന അഭ്യർത്ഥനയാണ് ഇന്ത്യൻ സൈന്യം സ്ഥലത്ത് രക്ഷാദൗത്യത്തിന് എത്തണം എന്നുള്ളത്. ഒടുവിൽ അത് സംഭവിച്ചിരിക്കുകയാണ്. രക്ഷാദൗത്യത്തിന് 11 മണിക്ക് എത്തിച്ചേരുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ 2 മണി 2:30 സൈന്യം സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. പക്ഷേ എത്തിച്ചേർന്നതിന് പിന്നാലെ വെല്ലുവിളിയായി മഴ അവിടെ വന്നിരുന്നു. പക്ഷേ രക്ഷാദൗത്യം ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, കർണാടക മുഖ്യമന്ത്രി അവിടുന്ന് മടങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് നിലവിലെ അവിടുത്തെ സാഹചര്യം? ഈ മഴയെ അവഗണിച്ച് രക്ഷാദൗത്യവുമായി മുന്നോട്ട് പോവുകയാണോ സൈന്യം? മഴ വെല്ലുവിളിയാവുകയാണ്. അരുൺ പാറയ്ക്ക് അല്പസമയത്തിന് അകം തന്നെ നമ്മളോടൊപ്പം ചേരും. കനത്ത മഴ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗംഗാവലി നദിയിൽ ജലനിരപ്പ് ഉയരുകയാണ്. ഇത്തരത്തിലുള്ളൊരു മഴയിലാണ്, ഒരു മണ്ണിടിച്ചിലാണ് നമുക്ക് അർജുനെ അവിടെ നഷ്ടമായത്. അർജുൻ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അർജുനെയായുള്ള കാത്തിരിപ്പാണ് ഇനി. അതിനുവേണ്ടിയുള്ള രക്ഷാദൗത്യത്തിനാണ് സൈന്യം അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആദ്യം തൊട്ടേയുള്ള കുടുംബത്തിന്റെ ആവശ്യമായിരുന്നു സൈന്യം അവിടെ എത്തണം എന്നുള്ളത്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ നമ്മൾ കണ്ടതാണ്. രക്ഷാദൗത്യം ഉണ്ടെങ്കിൽ കൂടി അത് ഫലപ്രദമല്ല എന്നുള്ളൊരു ആരോപണം കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നിരുന്നു. ഇന്ത്യൻ സൈന്യം തന്നെ അവിടെ എത്തി രക്ഷാദൗത്യം നടത്തണം, അതിന് നേതൃത്വം നൽകണം എന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. ഒടുവിൽ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം തന്നെ സൈന്യം അങ്ങോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. 11 മണിയോടെ എത്തും എന്നറിയിച്ചിരുന്നെങ്കിലും 2 മണി 2:30 എത്തിച്ചേർന്നതിന് പിന്നാലെ തന്നെ അവിടെ ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവിടെ ശിരൂരിൽ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ
സ്ഥലത്തെത്തിയിരുന്നു. അദ്ദേഹം രക്ഷാദൗത്യത്തിനായി എത്തിയ സേനാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു. ഏത് തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇനി മുന്നോട്ട് പോവുക എന്നുള്ളത്. റഡാർ ഉപയോഗിച്ചുള്ള റഡാർ പരിശോധനയിൽ ഈ ലോറിയുടേതെന്ന് കരുതപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ സംശയിക്കുന്ന ഒരു സിഗ്നൽ ലഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പരിശോധന അവിടെ നടത്തിയിരുന്നത്. പക്ഷേ എങ്കിൽ കൂടെ അത് സ്ഥിരീകരിക്കാനാവുന്നില്ല. ആദ്യ ദിവസങ്ങളിലൊക്കെ അർജുൻ്റെ ഫോൺ റിങ് ചെയ്തിരുന്നു, ലോറിയുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു തുടങ്ങിയുള്ള ശുഭപ്രതീക്ഷകളൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മഴ ഒരു വെല്ലുവിളിയായി സ്ഥലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെ, അർജുൻ ഓടിച്ചിരുന്ന ആ വണ്ടി ഭാരത് ബെൻസിന്റെ ലോറി ഇത്തരം സാഹചര്യങ്ങളെ അത് ജീവിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പെട്ടുപോയാൽ അധികം അപകടം ഉണ്ടാവാത്തൊരു തരത്തിലുള്ള ഒരു വാഹനമാണ് അതെന്നുള്ള ശുഭപ്രതീക്ഷകളും പങ്കുവെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അത്ഭുതത്തിനായി കാത്തിരിക്കുകയാണ് കേരളം. അർജുന്റെ തിരിച്ചുവരവിനായി അതിനുവേണ്ടി തന്നെയാണ് ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും രക്ഷാദൗത്യം അവിടെ പുരോഗമിക്കുകയും രക്ഷാദൗത്യത്തിന് ഒരു വേഗം വന്നിരിക്കുകയാണ് ഇന്ത്യൻ ആർമി എത്തിയതിനു പിന്നാലെ. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി എന്ന് കരുതുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കനത്ത മഴയെ തുടർന്ന് അവിടെ നിന്ന് അദ്ദേഹം തിരിച്ചുപോയി എന്നറിയാൻ സാധിക്കുന്നു. അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ ചർച്ച നടത്തി. ഇനിയുള്ളൊരു തീരുമാനം അത് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നാണ് അറിയേണ്ടത്. ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ എത്താം ഒരിടവേളയ്ക്ക് ശേഷം.